തൃശൂർ പൂരനഗരിയെ സജീവമാക്കി ചെറുപൂരങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെത്തുന്ന ആദ്യ പൂരക്കാഴ്ച കണിമംഗലം ശാസ്താവിന്റേതാണ്. കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനെ വണങ്ങി മടങ്ങിക്കഴിഞ്ഞു. രാവിലെ 6:30യോടെയാണ് കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരം വഴി അകത്തേക്ക് കടന്ന് വടക്കുന്നാഥനെ വന്ദിച്ച് അതിനുശേഷം മേളമൊക്കെ കഴിഞ്ഞിപ്പോൾ തിരികെ കണിമംഗലത്തേക്ക് മടങ്ങിയിരിക്കുന്നത്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജിത്തും CV അനുമോദും നമ്മളോടൊപ്പം തൃശൂർ പൂരനഗരിയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, അനുമോദ്, ഈ ഓരോ സമയത്ത് ഓരോന്ന് കാണാൻ കാത്തിരിക്കാറുണ്ട്. അതുപോലെ തൃശൂർക്കാർ ഇപ്പോൾ ഏറ്റവും അധികം കാത്തിരിക്കുന്നത് തിടമ്പേറ്റിയുള്ള തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ ആ വരവിനായാണ്. ആ മനോഹരമായ കാഴ്ചയുടെ സമയമാണിപ്പോ. അവിടെ രാമൻ ഫാൻസ് ഒക്കെ നിരന്നു കഴിഞ്ഞോ? രാമൻ ഫാൻസ് എത്തിയിരിക്കുന്നു ശ്രീജ. വലിയ ഒരു രോമാഞ്ചമുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് രാമന്റെ വരവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ വരുന്നു 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 എന്ന് പറഞ്ഞ ശേഷം എത്തുന്ന ഒരു ആവേശമുണ്ടല്ലോ അനുമതി, അല്ലേ? പിന്നെ ഇവിടെ നിൽക്കുന്നതില് ഏകദേശം എല്ലാവരും രാമനെ കാണാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. അല്ല ചേട്ടാ, രാമനെ കാണാൻ നിൽക്കല്ലേ? അതെ, കൊല്ലം കൊട്ടാരക്കര. ഈ സാധാരണ വരാറുണ്ടോ? ഓ, ഇത് രണ്ടാമത്തെയാണ്. എന്താണ് ഇത്തവണത്തെ ഒരു വലിയ രാമന് പുറമെ വേറെ എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രാമൻ തന്നെയാണ് നമ്മുടെ എല്ലാം. നമ്മൾ രാമൻ ഫാൻസ് അസോസിയേഷനാണ്. നല്ല നമ്മൾ പൂരം കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് രാമനാണല്ലോ. രാമനാണ്. രാമന്റെ എല്ലാ പൂരത്തിനും പറ്റുന്നിടത്തൊക്കെ പോകുമോ? ഓ, പോയിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് പോയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ക്ഷേത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കളഞ്ചൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. കാണാൻ പോകും. രാമൻ ഇവിടെ എന്തെങ്കിലും നിൽക്കാതാണ്. ഇവിടെ വടക്കുന്നാഥിന്റെ അടുത്ത് എത്തിയെന്നാണ് അറിയാൻ പറ്റുന്നത്. കുറച്ച് സമയം കൂടി, 1/2 മണിക്കൂറുള്ള ഇവിടെ എത്തുന്നതാണ് പറഞ്ഞേക്കുന്നത്. പാറമേക്കാവിന്റെ മുന്നിൽ നിന്ന് രാമൻ ഇങ്ങനെ വടക്കുന്നാഥനെ വലം വെക്കാനായി ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അതായത് ചില പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതായത് രാമൻ ഉൾപ്പെടെയുള്ള ചെമ്പൂക്കാവ് ഭഗവതി 3 സംഘമാണ്, ആനകളുടെ സംഘമാണുള്ളത്. അവരെത്തുന്നു. ഇതിനുള്ളിലൊരു മേളമുണ്ട്, പഞ്ചവാദ്യമുണ്ട്. പഞ്ചവാദ്യം അവിടെ കൊട്ടി അവസാനിപ്പിച്ച ശേഷം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങുന്ന പക്ഷെ പാണ്ഡിമേളത്തിന്റെ ആകുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളും വൈകും. ഓരോ ക്ഷേത്രത്തിന്റെയും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോ ഒരു ക്ഷേത്രത്തിന് ഇത്ര ആനയെ പാടൂ. ഏറ്റവും അധികം 15 ആനകൾ മാത്രമേ പരമാവധി പാടൂ. അത് പാറമേക്കാവിന് തിരുവമ്പാടിക്കും മാത്രം.
ബാക്കിയുള്ളവർക്ക് അതിന് താഴെ മാത്രമേ. രാവിലെ കണിമംഗലം വന്നത് 9 ആനകൾ. 9 ആനയായിട്ടാണ്. അത് കണിമംഗലത്ത് നിന്ന് ഒരാനപ്പുറത്ത് വന്ന് ഇവിടെ എത്തുമ്പോൾ അത് 5 ആനയാകുന്നു റൗണ്ടിലെത്തുമ്പോൾ. പിന്നീട് സന്നിധാനത്ത് ഇവിടെ വടക്കുന്നാഥന്റെ സന്നിധാനത്തേക്ക് എത്തുമ്പോഴേക്കും 9 ആനയാകുന്നു. വേറെ പ്രത്യേകം ശ്രദ്ധിച്ചത് ഈ ചെമ്പുക്കാവ് ഭഗവതി ഇവിടെ ഇറങ്ങി വന്ന ഒരു മേളം ഉണ്ടല്ലോ, പാണ്ഡിയുടെ അകമ്പടിയോടെ ഈ തെക്കേ ഗോപുര നടയിൽ ഒരു മേളം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ മറ്റ് 2 ആനകൾ മടങ്ങിപ്പോവാണ്. ഒരു ആന മാത്രം തിടം പേറ്റി ഒരു ആന മാത്രം ഉള്ളിലേക്ക് കയറിയാണ് പിന്നെയാണ് വടക്കുന്നാഥനെ വലം വെച്ച ശേഷം അതും തെക്കോട്ടിറങ്ങിയല്ല പോകുന്നത്, പിന്നെ കിഴക്കേ ഗോപുരം. ഇതൊക്കെ സത്യത്തില് ഇത്രയും വൈവിധ്യമാർന്ന ഈ ചിത്തവട്ടങ്ങള് പെട്ടെന്നൊരാൾക്ക് കാണുമ്പോ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയും. അത് ഈ രാത്രി എഴുന്നള്ളത്തിലും പ്രത്യേകത ഈ കിഴക്കേ ഗോപുരത്തിൽ കൂടി കയറി പടിഞ്ഞാറേ ഗോപുരത്തിൽ കൂടെ ഇറങ്ങി പോകുന്നത്. ഈ എനിക്ക് തോന്നുന്നു ഈ ഓരോന്നിനും ചിട്ടവട്ടങ്ങൾ ഇത്രയധികം. ഇതിന്റെ ഒരു ഐതിഹ്യം നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ 1796 അതുവരെ ആറാട്ടുപുഴ പൂരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പൂരം കുറെ കാലം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇപ്പൊ തൃശ്ശൂരിലെ ചില ക്ഷേത്രത്തിലുള്ളവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല മഴ കാരണം. തുടർന്ന് ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിന്റെ നിഷ്കർഷയിൽ ചിട്ടപ്പെടുത്തിയാണ് തൃശ്ശൂർ പൂരം. അപ്പൊ 229 വർഷമായി എന്നാണ് പറയുന്നത്. ചില വർഷങ്ങളൊക്കെ മാറ്റി നിർത്തണം. പക്ഷെ ഇത്രയും വർഷം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അണുവിട തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും ഒരു ദേവസ്വത്തിനും ഒരു സംഘത്തിനും ആ മാറ്റാൻ കഴിയില്ല. ഇത്ര ആനയെ പാടൂ, ഇത്ര ആനയെ പാടൂ, ഇന്ന വാദ്യ പാടൂ, ഇന്ന വാദ്യ പാടൂ. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇവിടെ കുറെ അമ്മമാരൊക്കെ ഇരിപ്പുണ്ട്. ഒരു ക്ഷീണിച്ചിരിക്കുകയാണോ? ക്ഷീണിച്ചോ? ക്ഷീണമൊന്നുമില്ല. എവിടെന്നാ വന്നേ? ഞാൻ എറണാകുളത്തുനിന്ന്. എറണാകുളത്തുനിന്ന് പൂരം കാണാൻ വന്നോ? ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണ്. ഇപ്പൊ കൂട്ടുകാരെ ഇവിടെ ബസ്സിൽ വെച്ചിട്ട് ഇവിടുന്ന് ബസ്സിന്ന് കണ്ടു പരിചയപ്പെട്ടാണ്. കണ്ട പരിചയം. എന്താ പൂരം കാണാൻ വരണമെന്ന് തോന്നി? അത് എല്ലാ കൊല്ലം വരാറുണ്ട് ഞാൻ. എറണാകുളത്ത് എവിടെയാ? എറണാകുളത്ത് തമ്മനത്ത്. പുതിയ കൂട്ടുകാരിയെ കിട്ടിയോ ചേച്ചി? എവിടെയാ കൂട്ടുകാരെ കിട്ടിയ? അങ്കമാലി. ബസ്സിന്ന് പരിചയപ്പെട്ടു. ബസ്സിൽ നിന്ന് കിട്ടിയ ചേച്ചിയാ. എല്ലാവരും പൂരം കാണാനുള്ള അതെ പൂരം കാണാനുള്ള ഒരൊറ്റ യാത്ര അല്ലേ? അതെ. എന്താണ് ഇത്തവണത്തെ പൂരത്തിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം? രാമൻ. രാമൻ ഫാൻസ്. അതെ, കട്ട വെയിറ്റിംഗ്. രാമൻ വടക്കുന്നാഥ്. അതെ, ഇവിടെ അതുകൊണ്ട് ആദ്യം തന്നെ സീറ്റ് പിടിച്ചതാ. അനുമോദ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഭയങ്കര അത്ഭുതം അല്ലേ അനുമോദെ? ശ്രീജിത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് കൊല്ലത്തെ ഫാൻസിനെ അല്ലെ, കൊല്ലത്തുനിന്നുള്ള ഫാൻസിനെ കണ്ടു, എറണാകുളത്ത് നിന്നുള്ള ഫാൻസിനെ കണ്ടു. ഇത് ഭയങ്കര അത്ഭുതമായി തോന്നുന്നു. കാരണം പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഈ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഏരിയയിലാണ് ഈ ആനപ്രാന്തന്മാരുള്ളതെന്ന് പൊതുവെ ഒരു ചീത്തപ്പേര്. ഇത് പക്ഷെ ഓൾ കേരള രാമൻ ഫാൻസ് അസോസിയേഷന്റെ മീറ്റും കൂടി. പാലക്കാട് ഒരു മോശമില്ല. ഞങ്ങളൊക്കെ ആനയുടെ ഇടയിൽ കൂടെ നടന്ന നമുക്ക് ഒപ്പം നിൽക്കുന്നവരൊക്കെ. ഇതൊക്കെ എവിടെ നിന്നാ വരുന്നത്? നിങ്ങളൊക്കെ രാമനെ കാണാനാണോ? ഒരു മിനിറ്റ്. രാമൻ എവിടുന്ന? ചേരൂര്. തൃശ്ശൂരുകാരൻ. രാവിലെ കണ്ടോ? കൂടെ കൂടിയോ? അതോ ഇവിടേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരെ ഒരു 7:45 ഇപ്പൊ ഇവിടെ എത്തിണ്ടായിരുന്നു. എന്താണ് മറ്റ് പൂരങ്ങളൊക്കെ അതായത് ഈ മറ്റു ഘടകപൂരങ്ങളോ അങ്ങനെ ഏതെങ്കിലും വേറെ ആനകളോ അങ്ങനെ വല്ലതും ഉണ്ടോ നിങ്ങളുടെ? മെയിനായിട്ട് രാമനെ കാണാനാണ് വന്നേക്കണേ. അപ്പൊ കൊറേ നേരം കഴിഞ്ഞിപ്പോ വെയിറ്റ് ചെയ്യണു. 9 മണിക്ക് എത്തുന്നാണ്. ഉള്ളിൽ കയറിയിട്ടുണ്ട്, വൈകാതെ വരും. അവിടെ ഒരു മേളം കഴിഞ്ഞിട്ട് ഇറങ്ങി. എല്ലാവർക്കും ഈ തെക്കോട്ട് ഈ ഗോപുരനട തുറന്ന് രാമൻ ഇറങ്ങുന്നത് കാണാൻ കഴിയാത്തതിന്റെ നിരാശ ഇന്ന് രാമൻ വരുമ്പോ കാണാൻ കഴിയുന്ന. സത്യമായിട്ടും അത് ഇന്നലെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ആ സംഭവം. രാമനാണല്ലോ എല്ലാം തുടങ്ങി വെച്ചത്. ഇങ്ങനെ ആൾക്കാരായിട്ട് കൂടലും അതുവരെ കുറച്ച് പേര് വന്ന് അത് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. രാമനായി തുടങ്ങിയപ്പോ ആൾക്കാര് കൂടുന്നു. 1-ാം പൂരാക്കി. എന്തൊരു ഭയങ്കര വൈകാരികമായ സംഭവമാണ് അനുമതി. കാരണം ഈ ഒരു ആന വന്ന് ഒരു പൂരത്തിന് കൊടുക്കുന്ന ഒരു ഗമ, അല്ലെങ്കിൽ പറയാൻ പാടില്ല. രാമനൊക്കെ രാജാവെന്ന് വരെ വിളിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്.